ഏറ്റവും വലിയ ഉൾക്കടൽ ഹഡ്സൺ. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള രാജ്യം ജപ്പാൻ. ഏറ്റവും നീളം കൂടിയ പർവ്വതം ആൻഡിസ്. ലോകത്തിലെ ഏറ്റവും വലിയ വനം സൂചികാഗ്രവനം. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നുപോകുന്ന ഏക രാജ്യം ബ്രസീൽ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം സുഡാൻ. ഏറ്റവും ജനസംഖ്യയുള്ള ആഫ്രിക്കൻ രാജ്യം നൈജീരിയ. ലോകത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏത്? അൽ അസീസിയ. ഓറഞ്ച് നദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയ്ക്കും നമീബിയയ്ക്കും ഇടയിൽ. അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? അലാസ്ക. സ്റ്റാർ സ്പാർക്കിൾസ് ബാനർ എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം ആരുടേതാണ്? അമേരിക്ക. മംഗള അണക്കെട്ട് എവിടെയാണ്? പാകിസ്ഥാൻ. ആഫ്രിക്കൻ പുൽമേടുകൾ അറിയപ്പെടുന്നത് സാവന്ന. 7 മലകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ജോർദാൻ. വെള്ളാനകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് തായ്ലാൻഡ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ. ചിലപ്പതികാരം എന്ന കൃതി രചിച്ചത് ഇളങ്കോ അടികൾ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഉത്തരായന രേഖ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു തടാകം. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ആരവല്ലി. മൗണ്ട് അബു സുഖവാസ കേന്ദ്രം എവിടെയാണ്? ആരവല്ലി. ഇന്ത്യയുടെ ഭാഗമായുള്ള ആകെ ദ്വീപുകൾ എത്ര? 247. പ്രസിദ്ധമായ സെല്ലുലാർ ജയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻഡമാൻ. സാഗർമാത എന്ന് വിളിക്കപ്പെടുന്ന കൊടുമുടി എവറസ്റ്റ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി കൃഷ്ണ. പെരിയാർ ടൈഗർ റിസർവ് വനം എവിടെയാണ്? ഇടുക്കി. ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായി മേൽനോട്ടം വഹിക്കുന്ന ദേശീയോദ്യാനം മാനസ്. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്ത. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്ത. അറാക്കൽ യോമ എന്ന് വിളിക്കപ്പെടുന്ന പർവ്വതനിര ഹിമാലയം. താർ മരുഭൂമി എവിടെയാണ്? രാജസ്ഥാൻ. പത്മ അഥവാ മേഘന എന്ന് ബംഗ്ലാദേശിൽ വിളിക്കുന്ന നദി ഏത്? ഗംഗ. 90% വനഭൂമിയായ ഇന്ത്യയുടെ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. റസിൻ ലഭിക്കുന്ന മരം ഏതാണ്? പൈൻ മരം. ഇന്ത്യയുടെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂൺ. ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണക്കിണർ ദിഗ്ബോയ്. കോളാർ, രാമഗിരി എന്നീ സ്ഥലങ്ങൾ എന്തിന് പ്രസിദ്ധമാണ്? സ്വർണം. ജാദുകുട ഖനികൾ വളരെ പ്രസിദ്ധമായിരിക്കുന്നത് എന്തിനാണ്? യുറേനിയം. ഗാലീന എന്നത് എന്ത് ലോഹത്തിൻ്റെ അയിരാണ്? ഈയം. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ നിലയം എവിടെയാണ്? മധോപൂർ. ഇന്ത്യയിൽ വിദേശ വിമാന സർവീസുകളുടെ മേൽനോട്ടം ആർക്കാണ്? എയർ ഇന്ത്യ.